40 വർഷക്കാലമാകുന്നു മമ്മൂട്ടിയും മോഹൻലാലും മലയാള സിനിമയുടെ അമരത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട്. രാവിലെ 6 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങണം എന്ന് പറഞ്ഞാൽ കൃത്യമായി സെറ്റിലെത്തും മലയാള സിനിമയുടെ ഈ മഹാരഥന്മാർ. അവർ ശീലിച്ചു വന്നതാണ്. കൃത്യമായി പ്രൊഡ്യൂസറെ കുഴപ്പിക്കാതെ സെറ്റുകളിലെത്തുകയും സംവിധായകനോടൊപ്പം ചേർന്ന് ഷൂട്ടിംഗ് തുടങ്ങുകയും ചെയ്യുന്ന അവരുടെ ആ ശീലം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്നോ ഫ്രെയിം ടു ഫ്രെയിമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ സാബു സർഗം. ഇന്ന് DJ പാർട്ടികളും മയക്കുമരുന്ന് പാർട്ടികളും പിടിമുറുക്കിയിരിക്കുന്നു എന്ന് ജനങ്ങൾ പറയുന്നു. നല്ല സിനിമാക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെയാണ് ഇന്ന് ഈ മേഖല കടന്നു പോകുന്നത്. സിനിമയെ ഉപജീവനമാക്കി ഒട്ടനവധി ആൾക്കാർ ജീവിതം കരുപിടിപ്പിക്കുമ്പോൾ ഈ ഒരു മേഖലയെ തകർക്കുന്ന ചില ഏർപ്പാടുകളാണ് കുറച്ചു നാളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം പല തുറന്നു പറച്ചിലുകളും നടിയാണെന്ന് അവകാശപ്പെടുന്നവരുമൊക്കെ ചാനലുകളിലൂടെയും മീഡിയകളിലൂടെയും നമ്മൾ കണ്ടു. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ പ്രാധാന്യത്തോടെ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു കാര്യം നമ്മളാരും കാണാതെ പോകരുത്. ഇത് മനഃപൂർവ്വം കാണാതെ ആക്കി മറയ്ക്കുന്നതാണോ എന്നൊരു സംശയവും ഇവിടുത്തെ സാധാരണക്കാരുടെ മനസ്സിൽ ഉയർന്നു വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, മലയാള സിനിമയെ ഒരു പരിധി വരെ മയക്കുമരുന്നിന്റെ പിടിയിലേക്ക് അമർത്തിക്കൊണ്ടുപോകുന്നു ചിലർ. ഈ 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു വാർത്തയാണ്. നമ്മുടെ മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ ഒരു നടനും ഒരു നടിയും, ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും കുപ്രസിദ്ധനായ ഓം പ്രകാശ് എന്ന് പറയുന്ന വ്യക്തിയുടെ റൂമിലെത്തിയിരിക്കുന്നു എന്നാണ് പോലീസിന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പുതിയൊരു മയക്കുമരുന്നിന്റെ ലോഞ്ചിങ് ആണ്, അല്ലെങ്കിൽ ലോഞ്ചിങ് ആയിരുന്നു എന്നാണ് മറ്റു ചിലയിടത്തു നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ പുതിയ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ അറിയും വാർത്താ മാധ്യമങ്ങളിലൂടെ. അതുപോലെ ഒരു പുതിയ കാറ് അല്ലെങ്കിൽ ഒരു പുതിയ ബൈക്ക്, ഇവിടെ ഏതാ പുതിയൊരു ഒരു സംരംഭം വളർന്നു വരുന്നു. പുതിയ പുതിയ മയക്കുമരുന്നുകൾ ലോഞ്ച് ചെയ്യുമ്പോൾ വൻപിച്ച പാർട്ടിയും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ DJ പാർട്ടികളും മയക്കുമരുന്ന് പാർട്ടികളും നടത്തിയാണ് ഇത്തരത്തിലുള്ള പുതിയ മയക്കുമരുന്നുകൾ ലോഞ്ചിങ് നടത്തുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും പോലീസ് വളരെ ശക്തമായി ഈ മയക്കുമരുന്ന് മാഫിയയുടെ പുറകിലുണ്ട്. കാരണം ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ CCTV പരിശോധനയിലൂടെയാണ് പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും അവിടെ എത്തി എന്നുള്ള വിവരം വളരെ ശക്തമായ തെളിവുകളോടുകൂടി കിട്ടിയിട്ടുള്ളത്. അന്വേഷണങ്ങൾ നടക്കട്ടെ, ആരാണ് കുറ്റക്കാരെന്ന് പോലീസ് കണ്ടെത്തട്ടെ. പോലീസ് പറയുന്നത് പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും മാത്രമല്ല അവിടെ എത്തിയിട്ടുള്ളത്. CCTVയിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മറ്റു ചില പ്രമുഖ നടീനടന്മാരും അവിടെ എത്താറുണ്ട് അല്ലെങ്കിൽ എത്തിയിട്ടുണ്ട് എന്നാണ്. എന്നാലും ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്കറിയാൻ കഴിയും ഈ പറഞ്ഞ പുതിയ മയക്കുമരുന്നിന്റെ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ നടീനടന്മാരാണ് അവിടെ എത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രമുഖ വ്യക്തികൾ ആരൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായി നമുക്കറിയാൻ കഴിയും. ഈ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ റൂം എടുത്തിരിക്കുന്നത് വേറൊരാളുടെ പേരിലാണ്. അവിടെ എത്തിയിരിക്കുന്ന പലരും രജിസ്റ്റർ ബുക്കിൽ അവരവരുടെ പേരുകളല്ല എഴുതിയിരിക്കുന്നത്. പലരും തെറ്റായ പേരുകളാണ് രജിസ്റ്റർ ബുക്കിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ CCTVയിൽ തെളിഞ്ഞ മുഖങ്ങൾ, എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് മുഖങ്ങളും ഉണ്ട്. ഇപ്പോ നമ്മുടെ സിനിമാക്കാരുടെ താവളം എറണാകുളം ആയി മാറിയിരിക്കുകയാണല്ലോ. പല സ്ഥലങ്ങളിലും സിനിമാ ചർച്ചകളിൽ മയക്കുമരുന്ന് ഒരു കൂട്ടായി അവർ ഉൾപ്പെടുത്തുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മുമ്പെങ്ങും ഇല്ലാതിരുന്ന ഒരു അവസ്ഥയാണത്.
ഇപ്പൊ നമുക്ക് നസീർ സാറിന്റെ കാലം മുതൽ മലയാള സിനിമയിൽ കൃത്യമായിട്ട് സിനിമാ രംഗത്ത് അവർ ചെയ്യുന്ന തൊഴിൽ അതിനോട് 100% കൂറു പുലർത്തുന്ന നടീനടന്മാർ നമുക്കുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഈ മയക്കുമരുന്നിന്റെ പിടിയിൽ അകപ്പെട്ട കുറച്ച് നടീനടന്മാര് അവരുടെ ചിന്താമണ്ഡലത്തെ ആകെ ഇത് ബാധിച്ചിരിക്കുകയാണ്. സംവിധായകനെ അനുസരിക്കാത്ത നടീനടന്മാർ, പ്രൊഡ്യൂസറെ വകവയ്ക്കാത്ത നടീനടന്മാർ, തനിക്ക് തോന്നുമ്പോൾ സെറ്റിൽ വരുന്ന നടീനടന്മാർ, ഇവരെല്ലാവരും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ സിനിമാ മേഖലയെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ശ്രീനാഥ് ഭാസി ഇതിനു മുമ്പും മയക്കുമരുന്ന് ഉപയോഗിച്ചു അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സിനിമയിൽ നിന്ന് വിലക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് മമ്മൂട്ടി അടക്കം പറഞ്ഞു നമ്മൾ ആരുടെയും തൊഴിൽ തടസ്സപ്പെടുത്താൻ പാടില്ല. പക്ഷേ ശക്തമായ എതിർപ്പ് ആ ശ്രീനാഥ് ഭാസി സിനിമാ രംഗത്ത് തുടരുന്നതിൽ ആ സമയത്തുണ്ടായിരുന്നു. കുറച്ചു കാലത്തേക്ക് ശ്രീനാഥ് ഭാസിയെ വിലക്കിയിട്ടുണ്ട് മലയാള സിനിമയിൽ നിന്ന്. ഹേമ കമ്മിറ്റി ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗം സിനിമയിൽ വ്യാപകമാണ് എന്ന് പലരും മൊഴി കൊടുത്തതിൽ നിന്ന് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി വളരെ പ്രാധാന്യത്തോടുകൂടി സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഇത്തരം ഒരു പ്രവണത ഉണ്ട് എന്നതിനെ കുറിച്ച് ഗവൺമെന്റോ മറ്റുള്ള അധികാരികളോ ശക്തമായ നിലപാടുകൾ എടുക്കുന്നു എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. സിനിമാ സെറ്റുകളിൽ കർശനമായ പരിശോധനകൾ നടക്കും എന്ന് പോലീസ് വിഭാഗത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ള തുടക്കവും കുറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സെറ്റുകളിൽ ഇപ്പോൾ മയക്കുമരുന്ന് ഉപയോഗം ഉണ്ടോ എന്നുള്ള പരിശോധനകൾ നടക്കുന്നുമുണ്ട്. ഷൈൻ ടോം ചാക്കോ, ഷൈൻ നിഗം തുടങ്ങിയവർ ഇവരുടെ ഇന്റർവ്യൂകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ചില വക്രീകരിച്ചിട്ടുള്ള സംസാര ആംഗ്യങ്ങളും മറ്റു വർത്തമാനങ്ങളും ഒക്കെ പറയുമ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഇവരുടെ ഈ ഇന്റർവ്യൂ ജനങ്ങൾ കാണുമ്പോൾ ജനങ്ങൾ പറയും അവനെന്തോ വെള്ളം അടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളും പ്രവർത്തനങ്ങളും പ്രകടനങ്ങളുമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ശ്രീനാഥ് ഭാസി ഒരു യൂട്യൂബറെ തെറി പറഞ്ഞു അല്ലെങ്കിൽ വളരെ മോശമായി പെരുമാറി അവർക്ക് മോശമായ മെസ്സേജ് അയച്ചു എന്നൊക്കെയുള്ള കേസുകൾ ഇതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. സിനിമ ഇപ്പോഴും സാധാരണക്കാരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ളതാണ് എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്. സിനിമയെ പൂർണ്ണമായി അനുകരിക്കുന്ന ഒരു തലമുറയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ യുവത. ഈ യുവജനങ്ങൾ, സിനിമ ഒരുപാട് യുവജനങ്ങളെ സ്വാധീനിക്കുന്നു എന്നുള്ളതിന് ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. പല നടന്മാരും ക്യാമറയ്ക്ക് പിന്നിൽ അവരുടെ ലൈഫിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം അവരുടെ സന്തത സഹചാരിയാക്കി മയക്കുമരുന്നിനെ മാറ്റിക്കൊണ്ടു പോകുന്നു എന്നൊക്കെയുള്ള വർത്തമാനങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പോലീസിൽ നിന്നും ഉണ്ടാവേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, യുവജനത ഏറ്റവും കൂടുതൽ അനുകരിക്കുന്നത് അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കുന്നത് സിനിമയും സിനിമാ നടന്മാരും ഒക്കെയാണ്. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു സാധാരണ ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു യുവതി അനുകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് സാധാരണക്കാരിലേക്കും യുവജനങ്ങളിലേക്കും ഇത് പടരും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. എവിടെയാണ് മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യുവ നടന്മാർക്ക് പിഴയ്ക്കുന്നത്? എന്തിനാണ് ഇവർ മയക്കുമരുന്നിലേക്ക് ആഴത്തിലെത്തുന്നത്? ഒരു പടല അല്ലെങ്കിൽ ചങ്ങല പോലെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സമൂഹത്തിൽ ഇന്ന് മയക്കുമരുന്ന് എന്നുള്ളത്. നമുക്കറിയാം, സിനിമാ മേഖലയിൽ മാത്രമല്ല പല മേഖലയിലും അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഇടയ്ക്കുമൊക്കെ മയക്കുമരുന്നിന്റെ ആ ഒരു വിഷം ഇന്ന് കുത്തി ഇറക്കപ്പെട്ടിരിക്കുന്നു. സിനിമാക്കാർ ഉപയോഗിക്കുമ്പോഴാണ് ജനം അറിയുന്നത്, കാരണം അവർ സെലിബ്രിറ്റീസ് ആണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ കൂടുതലായി സമൂഹത്തിൽ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും തടയണം എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്.
എന്തായാലും ഫ്രെയിം ടു ഫ്രെയിമിന്റെ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വിഷയമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.